അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. അപ്പോൾ രേണുസുതിയെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രം തുറന്നടിച്ചിരിക്കുകയാണ് ഗൈസ്. ലക്ഷ്മി നക്ഷത്രം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് ജീവിച്ചോട്ടെ, അവരുടെ ലൈഫാണ്, അവരുടെ ജീവിതമാണ്, അവർക്ക് ഓരോ പാഷൻ ഉണ്ട്. അവരുടെ ഇഷ്ടം പോലെ, നമ്മൾ അതിലെന്തിനാണ് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത്? അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്നാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം രേണുസുതിയെ കുറിച്ച് പറയുന്നത്. രേണുസുതിയും ലക്ഷ്മി നക്ഷത്രം ഇങ്ങനെ ആയിരുന്നു അല്ല അല്ലെ, ഇങ്ങനെ ആയിരുന്നില്ല. അവർ അടയും ചക്കരയും പോലെ ആയിരുന്നു ഒരു സമയത്ത് അല്ലെ. പക്ഷെ ഇപ്പൊ എന്തോ ചെറിയൊരു ഉടക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട് അല്ലേ, നമുക്കറിയില്ല. ബട്ട് അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്നവർ ചോദിക്കും. എന്തിനാ വെറുതെ? അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരുടെ പാഷൻ എന്താണോ. ലക്ഷ്മി നക്ഷത്രം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്നുള്ളൊരു ടോപ്പിക് അവിടെ വരും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. എന്തിനാണ് നമ്മൾ അതിൽ പോയി തലയിടുന്നത്? അവർക്ക് ഇഷ്ടമുള്ളത് ജീവിക്കട്ടെ. പക്ഷെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോഴും നമുക്ക് ആ സുധിച്ചേട്ടനെ കുറിച്ച് ചില മനസ്സിലേക്ക് നമുക്ക് ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. നല്ലൊരു മാന്യമായ രീതിയിൽ അല്ലെ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരുപാട് പേര് ഇതിനെതിരെ വിമർശിക്കുന്നത് അല്ലെ. പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെയൊക്കെ കണ്ണിൽ അദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ലെ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും നമ്മൾ രേണു ചേച്ചിയെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം. ഒരുപാട് പേര് ഇതുപോലെയുള്ള അല്ലെ, ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ആരും ഇത്രയധികം വിമർശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഭർത്താവ് മരിച്ചൊരു വ്യക്തി, ഭാര്യ അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂമിൽ ഒതുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, ഒതുങ്ങി കഴിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തോ ഇങ്ങനെ പറയാൻ കാരണം അത് സുധിച്ചേട്ടൻ മാത്രമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർ മാജിക്കിലൂടെയാണ് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളതും എല്ലാം. സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. പക്ഷെ ആളുടെ മരണശേഷമാണ് ആൾ നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ല, നമ്മൾ എത്ര ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മനസ്സിൽ എത്ര ഇടം നേടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലായത്. അതോടും കൂടി നമുക്ക് ഈ രേണു ചേച്ചിയോട് നമുക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ അഭിനയിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ചിലവരുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് വിമർശിക്കാൻ തോന്നും, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. രജിത് സാർ നമ്മുടെ രേണു ചേച്ചിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം അല്ലെ. രജിത് സാർ കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു തമാശ രൂപയുടെയാണ് രജിത് സാർ അവിടെ മറുപടി കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ തമാശയാണെന്ന് അദ്ദേഹം പറയാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് പുള്ളിക്കാരൻ തുള്ളിച്ചാടി അങ്ങ് പോകും. നിന്റെ ജീവിതമാണ്, അതാണ് ആള് പറയുന്നത്. എല്ലാവരും ഒരു ചൂഷണം ചെയ്യാണോ എന്ന് വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ ജീവിതമാണ് അല്ലേ, അവർക്കത് തീരുമാനിക്കാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച പോലൊരു വീഡിയോ ഇടാം എന്നല്ലാണ്ട് നമുക്ക് യാതൊരു ഇത് നമുക്കതിൽ പറയാൻ പറ്റില്ല അല്ലെ. എനിക്കത് വേദനയില്ല, ഒരു ചമ്മലുമില്ല, ഒന്നുമില്ല, ഒരു വികാരം നമ്മുടെ രജിത് സാർ പറഞ്ഞില്ലേ, രേണു പഴയ രേണു എന്നല്ല, ഒരുപാട് മാറിപ്പോയി. വീഡിയോസ് ഒക്കെ ഇത്ര മില്യൺസ് ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ എന്താണ് കാണിച്ചത്? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്കതൊന്ന് കാണണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളത് കണ്ടിട്ടില്ല, എനിക്കതൊന്ന് കാണണം, നിങ്ങൾ അതിൽ എന്താ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു തമാശ രൂപയുടെ തന്നെ കുത്തുന്ന ഒരു മറുപടിയാണ് നമ്മുടെ രജിത് സാർ കൊടുക്കുന്നത് കേട്ടോ. അതിന് യാതൊരു മറുപടിയും പറയാനില്ലാണ്ടാണ് നമ്മുടെ രേണു ചേച്ചിയും ഒരാൾ നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്മി നക്ഷത്രയുടെ മീഡിയക്കാര് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ കോണ്ടാക്ട് ഉണ്ടോ, വല്ല അടിപിടി ഉണ്ടോ, അല്ലെങ്കിൽ മിണ്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മീഡിയക്കാര് കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് പറയുന്നത് നിങ്ങൾ അവരോടും രേണുസുതിയോടും ചോദിക്കാറുണ്ടല്ലോ, അപ്പൊ പറയാറുണ്ടല്ലോ, മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഒരു സുഖം അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര മറുപടി കൊടുക്കുന്നത് കേട്ടോ. ലക്ഷ്മി നക്ഷത്ര രേണുസുതി വെച്ചിട്ട് അവരുടെ സുധിച്ചേട്ടൻ്റെ ആ ഒരു മരിച്ച സമയത്ത് ആ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് എന്താ പറയുക, സ്പ്രേ ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മീഡിയക്കാർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വലിയ കേസല്ല അല്ലെ. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇന്ന് നമ്മൾ ചോദിച്ചാൽ ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്നുള്ളൊരു ടോപ്പിക് അവിടെ വരും എന്ന് പറയണമെങ്കിൽ അവർ തമ്മിൽ അത്ര അടുപ്പത്തിലല്ല എന്നാണ് തോന്നുന്നത് അല്ലേ. ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.
പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ ജീവിതമാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അത് അവരുടെ ജീവിതമാണ്. നമ്മളതിലൊന്നും നമുക്കിങ്ങനെ ഓരോ ന്യൂസ് കണ്ട് അല്ലെങ്കിൽ കിട്ടിയാൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ഇടാമെന്ന് മാത്രം. അല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള യാതൊരു അധികാരമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. നമുക്ക് യാതൊരു നഷ്ടം വരില്ല. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നു, അത്ര മാത്രമേ ഉള്ളൂ.